ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബിരിയാണി തിന്നാനൊരാഗ്രഹം. അങ്ങനെ സാധനമെല്ലാം വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ബിരിയാണി അരി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, 2 കിലോ ചിക്കനും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബിരിയാണി ആക്കുന്ന ഞാനല്ല, ബിരിയാണി ആക്കുന്ന സത്യേട്ടൻ. ഞാൻ വീഡിയോ പിടിക്കുന്നത് മാത്രം. അപ്പോൾ നമുക്ക് സത്യേട്ടൻ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി സത്യേട്ടൻ ഉള്ളിയെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. വെളുത്തുള്ളി ഞാൻ റെഡിയാക്കണം. വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. ക്രെഡിറ്റ് വേണ്ട എനിക്ക്. ക്രെഡിറ്റ് ബിരിയാണിയുടെ നിങ്ങളുടെ അടുത്തോ. സത്യേട്ടന് എൻ്റെ ഹെൽപ്പൊന്നും വേണ്ടല്ലോ, ഞാനവിടെ പോയിട്ട് ഇരുന്നോന്ന്. പക്ഷെ വീഡിയോ പിടിക്കേണ്ടതും കൊണ്ട് ഞാനിവിടെ നിൽക്കുന്നത്. നോക്കാലോ എങ്ങനെയുണ്ട് സത്യേട്ടൻ്റെ ബിരിയാണിന്ന്. ബിരിയാണി ഷൈജുചേട്ടൻ ഉണ്ടാക്കിയ ബിരിയാണി പോലെ ആക്കണം. ചിക്കൻ വേവിച്ചിട്ടുണ്ടാക്കുന്ന പൊരിച്ചിട്ടുണ്ടാക്കുന്ന പൊരിച്ചിട്ട് നിങ്ങൾ ഉള്ളി കട്ട് ചെയ്യും, ഞാൻ വേണമെങ്കിൽ വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് തരാം. സത്യത്തിൻ്റെ കട്ടിങ് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കട്ട് ചെയ്യുമ്പോൾ. സത്യമായിട്ടെല്ലാം ലെഫ്റ്റ് ഹാൻഡും കൊണ്ട് ചെയ്യുന്നത്, നമ്മളെല്ലാം റൈറ്റ് കൊണ്ടല്ലോ. ഞാൻ റൈറ്റ്, എനിക്ക് ലെഫ്റ്റും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യമായിട്ടെല്ലാം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുന്നത്. സത്യമായിട്ടും കൂടണ്ടെന്ന് പറഞ്ഞാലും ക്യാരറ്റെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ കൂടി കേട്ടോ. തൊലിയെല്ലാം കളയാൻ വേണ്ടിയിട്ട് ഞാനും കൂടി കൂടുന്നുണ്ട്. സത്യമായിട്ടിന് ഇഷ്ടമില്ല, പക്ഷെ ഒരാൾ പണിയെടുക്കുമ്പോൾ നോക്കി നിൽക്കാൻ അത്ര വലിയ സുഖമില്ല കാര്യമല്ലല്ലോ. ഇത് എളുപ്പത്തിലാവുമല്ലോ. ഇതുപോലെ ഞാൻ തൊലി കളിയുന്നത് ഈ സാധനം വെച്ചിട്ട്. ഈ സാധനത്തിൻ്റെ പേരറിയില്ല. ഇത് ചെത്തിക്കളിയുമ്പോൾ പകുതിയും പോകുന്നു ഇതിനോട് തൊലി കളിയുമ്പോൾ. പക്ഷെ നല്ല വൃത്തിയാവും. ക്യാരറ്റ് പച്ച തിന്നാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറിയിലിട്ട് കഴിഞ്ഞാൽ ഒറ്റ കഷ്ണം തിന്നില്ല പിള്ളേർ, പക്ഷെ പച്ച തിന്നാൻ ഭയങ്കര ഇഷ്ടം. സ്കൂളിൽ സ്നാക്സിന് വരെ ക്യാരറ്റ് കൊണ്ടുപോകുന്നുണ്ട്. കാഴ്ചശക്തിക്ക് നല്ലതല്ലേ. ക്യാരറ്റെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ചോറിനുമായി കച്ചമ്പറിനുമായി. ബാക്കിയുള്ള സത്യമായിട്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് കട്ടിങ് സത്യമായിട്ടാണ്, ഞാൻ തൊലി കളഞ്ഞു കൊടുത്ത മാത്രം. ആർക്കും സുഖമില്ലാട്ടോ, എല്ലാവർക്കും ജലദോഷം. സൗണ്ടെല്ലാം മാറിയിട്ടുണ്ട്. ഇഞ്ചിയും കളഞ്ഞുതരാം. ഇഞ്ചിയും തൊലി കളയാൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇങ്ങനെ കത്തി വെച്ച് കളയുന്ന തൊലി. നമ്മുടെ കാസർഗോഡൻ ഭാഷയിൽ ഇങ്ങനെ തൊലി കളയുന്നതിനെ പറയല് ചിരണ്ടി കളയുന്നതാണ്. മറ്റു നാട്ടിലെല്ലാം എന്താ പറയുന്നതെന്ന് നമുക്കറിയില്ല. അങ്ങനെ ആയിരിക്കും അല്ലേ. സത്യമായിട്ട് പാടുന്ന ചെയ്യുമ്പോ പാട്ടെല്ലാം പാടുന്നു. അപ്പൊ ഞാൻ പാടേണ്ടി വരും. വീഡിയോയിലിടും, ഞാനിതിന് വീഡിയോയിലിടും. സത്യമായിട്ട് നല്ലൊരു ഗായകൻ നല്ലൊരു അറിയാം. പാട്ടും കൂടി ആവാന്ന് പറഞ്ഞാലേ. സത്യമായിട്ട് മുമ്പ് കുറെ പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാന് 2-3 പ്രാവശ്യം കിട്ടുള്ളൂ. വീട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്, ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. സത്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കും. സത്യമായിട്ട് കുവൈത്തിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ബിരിയാണി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. കുവൈത്തിലുണ്ടാകുമ്പം പിന്നെ ദുബായിലുണ്ടായിന്. ആർന്നും ബിരിയാണി ഉണ്ടാക്കി തന്നെ, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട്. വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഇഞ്ചിയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയുടെ തൊലി കളയാം.
ഇത് കുറച്ച് ബുദ്ധിമുട്ടില്ല കാര്യമില്ല, വെളുത്തുള്ളിയിൽ തൊലി കളയല്. നിങ്ങളെല്ലാവരും എങ്ങനെ തൊലി കളയലോ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ കളയലേ ഇങ്ങനെ വെളുത്തുള്ളി എടുത്ത് നടുക്കെ കട്ട് ചെയ്തിട്ട് അപ്പോൾ പെട്ടെന്ന് തൊലി എടുക്കാൻ പറ്റും. പെട്ടെന്നായി. അത് സത്യമായിട്ടും പറഞ്ഞു തന്നെ കേട്ടോ. അത് ഞാനും അങ്ങനെ എടുക്കലും. അതിപ്പം ഞാൻ പറഞ്ഞതിന് ശേഷം നീ ഇങ്ങനെ അല്ല മുമ്പേ തന്നെ സെൻറ്റർ ഇതില്ലേ എല്ലാ ഇത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സെൻറ്ററും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഒഴിഞ്ഞു വരും. ഞാനും ഇത് അടുത്ത കാലത്ത് ഈ ഇങ്ങനെ പഠിച്ചത്, ഇങ്ങനെ സെൻറ്റർ കെട്ടാൻ. മുമ്പേ ഞാനും ഇങ്ങനെ അല്ല. ഇത് പെണ്ണുങ്ങൾക്കില്ലേ അടുക്കളയിലെത്തുമ്പോൾ എങ്ങനെയെങ്കിലും അത് പറ്റും, എങ്ങനെയെങ്കിലും ചെയ്യും അല്ലേ. ഇന്ന് പിള്ളേർക്ക് എക്സാമാണ്, അതുകൊണ്ട് 12:30 ആകുമ്പോൾ അവരെത്തും. അവർ വരുമ്പോഴത്തേക്കും ബിരിയാണി ഉണ്ടാക്കണം. അച്ഛൻ ബിരിയാണി ഉണ്ടാക്കുന്ന പറയുമ്പോൾ പിള്ളേർ പറഞ്ഞു നമ്മൾ വരുമ്പോഴത്തേക്ക് ആവുമോ അമ്മേ അച്ഛൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞു. പച്ചക്കറിയെല്ലാം ക്ലീൻ ആക്കി കഴുകി വെച്ചിട്ടുണ്ട്. സത്യേട്ടൻ ക്യാരറ്റ് കട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ സത്യേട്ടൻ കട്ട് ചെയ്യുന്നത്. സത്യേട്ടൻ്റെ എല്ലാ കഷ്ണവും ഒരേപോലെ കട്ട് ചെയ്തിട്ടെടുക്കും. ഞാനും കട്ട് ചെയ്താൽ ഒന്ന് ചെറുതും ഒന്ന് വലുതായിട്ടുണ്ടാവും. സത്യേട്ടൻ എല്ലാം ഒരേപോലെ കട്ട് ചെയ്തെടുക്കും. കണ്ടോ എല്ലാവരും പറയും കേട്ടോ സത്യേട്ടൻ്റെ ഫ്രണ്ടെല്ലാം കട്ടിങ്ങിൽ സത്യൻ പുലിയാണെന്ന് പറയും. ഇനി ഈ ഉള്ളിത്തൊലിയെല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ റോസാപ്പൂ ചെടിയിലും ഒറ്റിടും. പിന്നെ ക്യാരറ്റെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി കട്ട് ചെയ്യുന്നത് ഈ മിക്സിയുടെ ജാറിൽ വെച്ചാണ് കേട്ടോ. ഇതാകുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടും. ഇതുപോലെ നടുക്കെ മുറിച്ചിട്ട് മിക്സിയുടെ ജാറിൽ വെച്ച് കൊടുത്താൽ മതി. ഒരു മിനിറ്റ് കൊണ്ട് ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് കിട്ടി. ഇത് നല്ല നൈസായിട്ട് മുറിച്ചിട്ട് കണ്ട നല്ല നൈസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു ഉള്ളിയുടെ തൊലി പോലും കളയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ കണ്ണ് കത്തിയിട്ട് കണ്ണിന്ന് വെള്ളം വരും. സത്യമായിട്ടൊന്നും പ്രശ്നമില്ല, എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഇനി ഇത് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും. ഓ കണ്ണ് കത്തുന്നുട്ടോ, ഭയങ്കര കത്തിൻ്റെ വെള്ളം കൊണ്ടിട്ടോ നണ്ടപ്പം ഇങ്ങനെ കത്തുന്നു. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇഞ്ചി മുളക് വെളുത്തുള്ളി പേസ്റ്റും പിന്നെ തക്കാളി കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കാൻ എടുത്തിട്ടുണ്ട്. സത്യമായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും ഇതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. 2 കിലോ ചിക്കനാണിത്. കഴുകി വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ. ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കനിലെ മസാല എല്ലാം ചേർത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഉള്ളി കഴിച്ചെടുക്കുന്നുണ്ട്. സത്യമായിട്ട് ഞാൻ ഉള്ളി കഴിച്ചെടുക്കുന്നത്. ഇത് നമ്മളെ വീടിന് മുറ്റത്തൊരു ഷെഡ് കെട്ടിയിട്ടുണ്ട്. അവിടുന്നാണ് നമ്മൾ പാചകമെല്ലാം ചെയ്യുന്നത്. അടുക്കളയിലുള്ളൊന്നും പാചകമൊന്നും ചെയ്യില്ല. ഈ പുറത്ത് ഷെഡ് തന്നെയാണ് ചെയ്യൽ. ചിക്കൻ പൊരിക്കുന്നുണ്ട്. കച്ചമ്പറിനുള്ളതെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ തൈര് ഒഴിച്ചാൽ മതി. തൈര് ഒഴിക്കുക സത്യം. കച്ചമ്പറിലേക്ക് തൈര് ഒഴിക്കുന്നുണ്ട്. എല്ലാം സത്യമായിട്ട് തന്നെ കേട്ടോ, ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ ക്ലീനിങ് മാത്രം. കുറച്ചുകൂടി തൈര് വേണ്ടേ? വേണ്ട, ഓവർ തൈരായാൽ വേണ്ടേ, മതി. അങ്ങനെ കച്ചമ്പർ റെഡിയായി. ബിരിയാണി ചോറിനിലെ അരി കഴുകിയിട്ട് വെള്ളം വരാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെ ഉള്ളി കഴിക്കുന്നു.
ബിരിയാണിയുടെ മസാല റെഡിയാക്കുന്നുണ്ട്. ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഉള്ളി കാഞ്ഞു വന്ന് ഇതിലേക്ക് മസാല എല്ലാം ചേർത്ത് കൊടുത്തു. ബിരിയാണിക്ക് ദമ്മിടേണ്ട ചിക്കൻ മസാല എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് അരി ഇടുന്നുണ്ട്. ഇത് വറ്റിച്ചെടുക്കുന്നതാണ്, വേവിച്ചിട്ട് കോരി മാറ്റുന്നതല്ല. ഈ വെള്ളം ഇടന്നെ വറ്റിച്ചെടുക്കുന്നത്, അതല്ലേ ടേസ്റ്റ് ബിരിയാണിക്ക്. റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് വേവ്, 3/4 ഭാഗം വേവിച്ചെടുത്തതിലും ബാക്കി ദമ്മിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ദമ്മിടുന്നത്. ഈ ചോറ് വെച്ച പാത്രത്തിൽ തന്നെ ദമ്മിടുന്നത്, അതുകൊണ്ട് ചോറ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. അങ്ങനെ നമ്മൾ ദമ്മിടുന്നുണ്ട്. നമ്മല്ല, സത്യേട്ടൻ ദമ്മിടുന്നത്, ഞാൻ വീഡിയോ പിടിക്കുന്നത്. സത്യേട്ടൻ ബിരിയാണിയുടെ ചോറിൻ്റെ അരി അടുപ്പത്തിട്ടിട്ട് പിള്ളേരെ കൂട്ടാൻ വേണ്ടി പോയി. അത് വറ്റി വരുമ്പോൾ ഞാൻ ഓഫാക്കി വെച്ച്. ഇവിടുന്ന് അത്രയും പോകുന്നുണ്ട് സ്കൂളിലേക്ക്, ഒരു 5-10 മിനിറ്റിനുള്ളിൽ പോയി വരാം. അപ്പോൾ സത്യേട്ടൻ പിള്ളേരെ കൂട്ടിയിട്ട് വന്നു. എന്നിട്ട് ബാക്കി പരിപാടി തുടങ്ങി. ചോറും ചിക്കനും ലെയറായി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ദമ്മിടുന്നത്. സത്യേട്ടൻ്റെ ബിരിയാണി റെഡിയായി, എൻ്റെ ക്ലീനിങ് റെഡിയായി. നമ്മൾ ബിരിയാണിയുടെ ദമ്മെല്ലാം പൊട്ടിച്ചു. നല്ല മണം, അടിപൊളി മണം. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന്. ഇതാ ഗെയ്സ് നമ്മളെ ബിരിയാണി, അടിപൊളി ബിരിയാണി, സൂപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ ബിരിയാണി എങ്ങനെയുണ്ട് കുഞ്ഞപ്പ? ബിരിയാണി എങ്ങനെയുണ്ട് സത്യേട്ടാ? ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പർ. നിങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടല്ല, ഞാൻ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് ബിരിയാണി സൂപ്പർ. അപ്പോൾ ഗൈസ് നമ്മൾ ബിരിയാണിയിലാക്കുന്നത് കണ്ടല്ലോ. ഇനി നമ്മൾ ബിരിയാണി തന്നെ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് സത്യേട്ടൻ്റെ ബിരിയാണി. 2 ലെഗ് പീസിൽ ഒന്നിന് ഞാനെടുത്തു, ഒന്ന് സത്യേട്ടനെടുത്തു. പിള്ളേർക്ക് പിന്നെ ഒരാൾ ചിക്കൻ കൂട്ടൂല, ഒരാൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ 2 ആളെടുത്ത്. സൂപ്പർ പൊരിച്ചതും കൊണ്ട്. അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.